നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തോളം കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്നോളം ഞങ്ങൾ വരുന്നുണ്ട്. ഇവിടോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം വരുന്നില്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് പിന്നെയും വരാൻ തുടങ്ങി. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 19 വർഷമായിട്ട് ഡയബറ്റിക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകന് 34 വയസ്സുണ്ട്. ഞാനൊരു രോഗവുമായിട്ടാണ് ആദ്യമായിട്ട് ഇവിടേക്ക് കടന്നു വന്നു 9 വർഷത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് അവൻ അന്ന് BSc ഇലക്ട്രോണിക്സ് പാസ്സായി ചങ്ങനാശ്ശേരി ജോലി നോക്കുന്ന അവസരത്തിലായിരുന്നു. അവനിവിടെ വന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവനൊരു വിസിറ്റിംഗ് വിസ എടുത്ത് അങ്ങനെ ദുബൈയിലേക്ക് പോയി. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് അവന് ജോലി കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് 1 മാസത്തെ അവധിക്ക് വന്നാണ്. 22 ദിവസം ആയപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്ന് അവൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിവാഹം നടന്നു. 1.5 മാസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേന് അവൻ്റെ ജോലി അങ്ങ് പോയി. ഭാര്യ സൗദി ജോലിയായിരുന്നു, നേഴ്സായിരുന്നു. അവൻ്റെ ജോലി പോയി കഴിഞ്ഞ് ഇവിടെ വന്നു. പിന്നെ വേറെ ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. 110 പേര് ഒരു ഇൻ്റർനെറ്റിൽ കണ്ട ഒരു അപേക്ഷ കൊടുത്തു. 110 പേര് ആ ഇൻ്റർവ്യൂവിനകത്ത് വന്നു. ഓരോ 5 ഇൻ്റർവ്യൂ നടത്തി. ഈ 5 ഇൻ്റർവ്യൂവിൽ ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് പപ്പ പ്രാർത്ഥിക്കും. രാവിലെ എനിക്ക് വരാനൊക്കെ തന്നെ ഞാൻ 10-14 പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളാണ്. 10 വരെയുള്ള പിള്ളേരെ. അപ്പം വെളുപ്പിനെ രാവിലെ പപ്പ അച്ഛൻ്റെ അടുത്ത് വന്ന് താഴെ വന്ന് പ്രാർത്ഥിക്കും. ഓരോ ഇൻ്റർവ്യൂവിനും ഈ 110 പേരിൽ നിന്നും 5 ഇൻ്റർവ്യൂ നടത്തി ഒറ്റ ഒരാളെ എടുത്താണ് എൻ്റെ മകന്. അങ്ങനെ അവൻ ആ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഭാര്യ 1 വർഷം കഴിഞ്ഞ് സൗദിയിൽ നിന്ന് വന്നു. റിസൈൻ ചെയ്തിട്ട് ദുബായി പോയി. അവൾക്കും ജോലി കിട്ടി. പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 20% അവന് കുട്ടികളുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഈ നിയോഗങ്ങൾ എഴുതി കൊടുത്ത എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. അച്ഛനോടും വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവന് ഒരു പെൺകുട്ടി ഉണ്ടായി. 1 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ഒരു ആൺകുഞ്ഞുണ്ടായി. ഇപ്പം 2.25 വയസ്സും 10 മാസവും പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായി. പിന്നെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മകൾ BSc നേഴ്സാണ്. അവിടെ ഈ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലാണ് പഠിച്ചത്. താഴെ ഞാൻ വരുന്ന ഉടനെ ഞാൻ വന്ന് ഇവിടെ +2 പാസ്സായി കഴിഞ്ഞ ഉടനെ BSc നഴ്സിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ താഴെ വന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മകൾക്ക് ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന്. അങ്ങനെ ഹൈദരാബാദിലെ കാമിനേനി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവൾ പഠിച്ചു കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞു. സർട്ടിഫിക്കറ്റ് പോലും കിട്ടുന്നതിന് മുമ്പേ പിന്നെ കൽക്കട്ടയിലെ BM ബിർള ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഇന്ത്യയിൽ 1ാമത്തെ NABH ഉള്ള ഹോസ്പിറ്റലായിരുന്നു. അവിടെ 2.5 വർഷം ജോലി നോക്കിക്കഴിഞ്ഞ് കടന്നു വന്ന് ദുബായിലേക്ക് പോകാനായിട്ട് DH എഴുതാനായിട്ട് വന്നു. DH എഴുതി പാസ്സായി. വളരെ പ്രയാസമുള്ളതായിരുന്നു DH. എന്നാൽ ദൈവം അവളെ ജയിപ്പിക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അവളിവിടെ വന്നിട്ട് ജോലിക്ക് വേണ്ടി 3 മാസം പോയി. അവിടെ എല്ലാം നടന്നു. ജോലിയൊന്നും ആദ്യം ശരിയായില്ല. പിന്നെ അവസാനം പോയത് വിസ തീരാറായപ്പോഴാണ് ജോലി ശരിയായത്. അവളിവിടെ വന്നേച്ച് കടന്നു പോകാനായിട്ട്. അപ്പോൾ വിസ തീർന്നു പോയി. അവൾ കടന്നു വന്നേച്ച് 1 മാസത്തേക്കൂടെ വിസ എടുത്ത് പോകാനായിട്ട് വന്നു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തലേദിവസം വന്നു. പിറ്റേ ദിവസം പോയി തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവളെ വിട്ടില്ല. ഇമിഗ്രേഷൻ കൊടുക്കത്തില്ല. എന്ത് ചെയ്താലും ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. രണ്ടാമത് അവൻ പെട്ടെന്ന് പ്ലെയിൻ പോയി കഴിഞ്ഞിട്ട് ഇവളെ വിട്ടില്ല. തിരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു. എങ്ങനെയാണ് ഇവിടെ വന്നെന്ന് പോലും അറിയത്തില്ല. അതുപോലെ മനസ്സിന് ഭയങ്കര ഭാരപ്പെട്ട വിഷയമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ രണ്ടാമത് അവന് വന്നപ്പോഴത്തേന് വീണ്ടും മംഗലാപുരത്ത് നിന്ന് ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് മംഗലാപുരത്തിന് പോയി. അവിടുന്ന് ഞാൻ മംഗലാപുരത്തിന് ഇവളെ കയറ്റി വിട്ടിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാന്തിയെ പോലാണ് അച്ഛൻ്റെ അടുത്ത് വരുന്നത്. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു അവൾ കയറിപ്പോക്കോളും. 13 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലണം, 13 നന്മ പറഞ്ഞ പറയും ചൊല്ലണം, 13 തൃത്വസ്തുതി ചൊല്ലണം, 13 വിശ്വാസ പ്രമാണം ചൊല്ലണം, 99 ദിവസം കർണപ്പൊന്ത് ചൊല്ലണം. ഇതെല്ലാം പറഞ്ഞു.
ഞാനതെല്ലാം ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും മംഗലാപുരത്തു നിന്ന് ഇവളെ ഒന്നും ചോദിക്കാതെ നേഴ്സാന്ന് പറഞ്ഞാൽ വിടാത്തത്, ഇമിഗ്രേഷൻ കൊടുക്കാഞ്ഞത്. നേഴ്സുമാർക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് അവർ കയറ്റി വിടത്തില്ല, ഇന്ത്യയിൽ നിന്ന് വിടത്തില്ല. അങ്ങനെ അവൾ കടന്നുപോയി. ഈ കഴിഞ്ഞ 2-ാം തീയതി തൊട്ട് അവിടെ ചെന്നു. 2-ാം തീയതി ഒരു ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ 9 വർഷമായിട്ട് ഇവിടെ വന്ന് ദൈവത്തിൽ നിന്ന് അനേക നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ആ ബോധ്യം എനിക്കുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്, നിൽക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ്. അതുപോലെ കാലിന് പെരുപ്പുമൊക്കെയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്നിധിയിൽ നമ്മൾ ഈ മകളെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇടപെടാതെ സുഖമില്ലാത്തപ്പോഴും ബുദ്ധിമുട്ടുള്ളപ്പോഴും ഇവിടെ വരികയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തു. പറഞ്ഞ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഈ മകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ മകളുടെ മക്കൾക്കും ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.